ഏണസ്റ്റ് അക്കാഡമി. നിങ്ങളൊരു സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണോ? നിങ്ങളിൽ അധ്യാപന ജോലി ആഗ്രഹിക്കുന്നവർ കാത്തിരുന്ന കേരള PSCയുടെ പോളിടെക്നിക് ലെക്ചറർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതാണ്. മുൻവർഷത്തെ പരീക്ഷയിൽ ഏത് പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ? എങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം, ഏതൊക്കെ പഠിക്കണം, കൂടാതെ MCQ ലഭിക്കുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്, ഓരോ സിലബസ് പ്രകാരം ഓരോ സബ്ജക്റ്റിന്റെ സിലബസ് പ്രകാരം പോർഷൻസ് കവർ ചെയ്യാൻ ഏതൊക്കെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയണമെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ കണ്ടിരിക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. പ്രീവിയസ് എക്സാം ഇവാലുവേഷൻ, പ്രീവിയസ് ഇയറിൽ നടന്ന ഈ പോസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇവാലുവേഷൻ അല്ലെങ്കിൽ എക്സാമിൻ്റെ ഇവാലുവേഷൻ ആണ് ഒന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. നെക്സ്റ്റ് വൺ സ്റ്റഡി പ്ലാൻ. നമുക്കറിയാം, ഇപ്പോൾ സിലബസ് എല്ലാം നമ്മൾ കണ്ട് ആ സിലബസിലുള്ള എല്ലാ പോർഷൻസും പഠിക്കണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ കറക്റ്റായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റഡി പ്ലാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ റെഫറൻസസ് ടു ഫോളോ. നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ റെഫറൻസ് ബുക്സ് അല്ലെങ്കിൽ ഏതൊക്കെ റെഫറൻസ് വെബ്സൈറ്റുകളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ ഒരു എക്സാം സിലബസിലെ പോർഷൻസ് കവർ ചെയ്യണമെങ്കിൽ, ഈ കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ പ്രീവിയസ് എക്സാം ഇവാലുവേഷൻ. ഇപ്പം പ്രീവിയസ് ഇയറിൽ ലാസ്റ്റായിട്ട് ഈ ഒരു പോസ്റ്റിലെ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റും എല്ലാത്തിൻ്റെയും ഒരു ഇവാലുവേഷൻ അനാലിസിസ് നമ്മൾ നടത്തുവാണെങ്കിൽ കാറ്റഗറി നമ്പർ ലാസ്റ്റ് പ്രീവിയസ്ലി നടന്നത് 211-2015 ആയിരുന്നു. ഇനി ക്വാളിഫിക്കേഷൻ BTech ആണെന്ന് നിങ്ങൾക്കറിയാം. BTech സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ള എക്സാമാണ് പോളിടെക്നിക് ലെക്ചറർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്നത്. ദെൻ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ഏറ്റവും അവസാനമായി 2015 നോട്ടിഫിക്കേഷൻ വന്ന് 2016 എക്സാം കണ്ടക്ട് ചെയ്തത്. അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉടൻ തന്നെ വിജ്ഞാപനം വരും. എക്സാം കണ്ടക്ട് ചെയ്യാനും ഇത്രയും അധികം ഒരു ടൈം ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഇല്ല. ഏറ്റവും അടുത്ത് തന്നെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ സ്കെയിൽ ഓഫ് പേ വളരെ എന്താ പറയുക അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. 15,600 to 39,100 അന്നത്തെ സ്കെയിൽ ഓഫ് പേ ആയിരുന്നു ഇത്. അന്ന് വേക്കൻസി ഉണ്ടായിരുന്നത് നോട്ടിഫിക്കേഷൻ ഇടുന്ന സമയത്ത് 4 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മാർക്ക് ലിസ്റ്റ് 2018 റാങ്ക് ലിസ്റ്റ് ഇട്ടത്. ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം മാക്സിമം മാർക്ക് ഒബ്റ്റെയിൻ ചെയ്ത 100 മാർക്കിലാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. മാക്സിമം മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തത് 75.67 ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ബ്രാഞ്ച് ഇലക്ട്രോണിക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിക്സിനൊക്കെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ മാക്സിമം മാർക്ക് 30-35 റേഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ 75.67 ആണ് അന്നത്തെ മാക്സിമം മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. ഇനി കട്ട് ഓഫ് മാർക്ക് വന്നത് 58 ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് 58. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ എക്സാമിൽ എന്തായാലും എല്ലാവരും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്റ്റുഡൻസും നല്ലപോലെ തന്നെ പ്രിപ്പയറും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മാക്സിമം മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതും കട്ട് ഓഫും എല്ലാം ഇൻക്രീസ് ചെയ്യുക, ഇതിൽ നിന്നും ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഗൗരവത്തിൽ തന്നെ വേണം നമ്മളും പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 2021 തന്നെ ഓഗസ്റ്റ് മന്തിലായിരുന്നു ലാസ്റ്റ് അഡ്വൈസ്. ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് 93 ആയിരുന്നു. വേക്കൻസി ഇട്ടത് 4 ആയിരുന്നെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് എത്രയാണ്? 93 ആയിരുന്നു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ്. ഇനി നെക്സ്റ്റ് പ്രീവിയസ് എക്സാം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ വരെയും GK ഒരു പോർഷൻ ആയിരുന്നു. അതായത് GK ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്നും 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ എക്സാം തൊട്ട് GK എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡ് ആവേണ്ട കാര്യമില്ല. ദെൻ പാർട്ട് എ ബേസിക് സബ്ജക്ട്സ് നിങ്ങൾക്കറിയാം, മാത്തമാറ്റിക്സും ബേസിക് സിവിൽ, ബേസിക് മെക്കാനിക്കൽ, ബേസിക് ഇലക്ട്രിക്കൽ, ദെൻ ഇലക്ട്രോണിക്സ് ആണ്. ദെൻ പാർട്ട് ബി നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ്, നമ്മുടെ സിവിലിൻ്റെ കോർ സബ്ജക്റ്റുകൾ. അത്തരത്തിൽ 3 രീതിയിലായിരുന്നു പ്രീവിയസ് ഇയറിലെ എക്സാം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അതിലെ GK ഇപ്പോൾ എടുത്തു മാറ്റി. അപ്പം ബാക്കി ബേസിക് സബ്ജക്റ്റും നമ്മുടെ സിവിൽ കോർ സബ്ജക്റ്റും മാത്രമേ ഉള്ളൂ. ഇനി പ്രീവിയസ് എക്സാം ഇവാലുവേഷനിൽ
മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് പാർട്ട് എ പാർട്ട് ബി നമ്മളിപ്പോൾ പറഞ്ഞു, സബ്ജക്റ്റുകൾ പറഞ്ഞു. പ്രീവിയസ് ഇയറിൽ GK 10 മാർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആ GKയുടെ 10 മാർക്ക് ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ 10 മാർക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് ആനുപാതികമായിരിക്കാം ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിവിലിൻ്റെ കോർ സബ്ജക്റ്റിലേക്കായിരിക്കും ആഡ് ചെയ്യുന്നത്. ദെൻ പാർട്ട് എ എന്ന് പറയുമ്പോൾ ബേസിക് സബ്ജക്റ്റ് ടോട്ടൽ മാത്സ് ഉൾപ്പെടെ 30 മാർക്സിനാണ്. ദെൻ പാർട്ട് ബി 60 മാർക്സിനായിരുന്നു പ്രീവിയസ് ഇയറിൽ. അത് ഇത്തവണ തൊട്ട് 70 ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്കി ആ ജനറൽ നോളജിൻ്റെ 10 ക്വസ്റ്റ്യൻ ബാക്കി എല്ലാ സബ്ജക്റ്റിനും കൂടെ ഡിവൈഡ് ചെയ്യാനുമുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പ്രീവിയസ് ഇയർ വരെയും 60 മാർക്കിനായിരുന്നു സിവിലിൻ്റെ കോർ സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. ദെൻ അടുത്തത് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ സബ്ജക്റ്റ് വൈസ് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കായ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗിൽ നിന്നും 12 ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ വേരി ചെയ്യാം, 10 to 12 അല്ലെങ്കിൽ 12 to 14 ആ ഒരു രീതിയിൽ വേരി ചെയ്യാനുമുള്ള ചാൻസ് ഉണ്ട്. ഇനി സർവേയിങ്ങും അതുപോലെ തന്നെ QSV ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ, ഇത് രണ്ടും കൂടെ ചേർത്ത് ടോട്ടൽ 12 മാർക്കിന് അല്ലെങ്കിൽ 12 ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം സർവേയിങ്ങിൽ നിന്നും 7 ക്വസ്റ്റ്യനും അതുപോലെ QSVയിൽ നിന്നും 5 ക്വസ്റ്റ്യൻ, അങ്ങനെ ടോട്ടൽ 12 ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഇറിഗേഷൻ, ഹൈഡ്രോളജി ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പോൾ ഇറിഗേഷനും ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ നിന്നും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നും ടോട്ടൽ 8 ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചത്. ദെൻ കമ്മിങ് ടു എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കോർ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് എൻവയോൺമെൻറ്റൽ, ട്രാൻസ്പോർട്ടേഷൻ, GT ഒക്കെ. അപ്പോൾ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നിന്നും 4 ക്വസ്റ്റ്യനെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലും വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ നിന്നും 6 ക്വസ്റ്റ്യനും GTയിൽ നിന്നും 6 ക്വസ്റ്റ്യനുമാണ് ചോദിച്ചിരുന്നത് പ്രീവിയസ് ഇയറിലെ എക്സാം പേപ്പറിൽ. ഓക്കെ, ദെൻ ലാസ്റ്റ് സബ്ജക്റ്റ് അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്. അനാലിസിസ് തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്, സ്ട്രക്ചർ അനാലിസിസ് ഉണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, അതോടൊപ്പം RCC സ്റ്റീൽ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തും ടോട്ടൽ 12 ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കോർ സബ്ജക്റ്റിലെ ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതെന്നുള്ളൊരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയറിൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഏതൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേയും അതിൻ്റെ ആ ഒരു പോസ്റ്റിലേക്കുള്ള മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. ആദ്യം അത് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത്, എവിടുന്ന് ഏതൊക്കെ രീതിയിൽ ചോദിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് അടുത്ത വരുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്തു, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി ഇനി എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങും. ഇപ്പോൾ ഒരു ഫ്രഷറായിട്ട് ഒരു PSC പ്രിപ്പറേഷനിലോട്ട് വരുന്നതാണ് എങ്കിൽ എങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം? ഫസ്റ്റ്, പ്രയോറിറ്റൈസ് സബ്ജക്ട്സ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് സബ്ജക്റ്റിനാണ് വെയിറ്റേജ് കൂടുതലെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സബ്ജക്റ്റുകളെ ഒന്ന് പ്രയോറിറ്റി അനുസരിച്ച് നമുക്കൊന്ന് തരംതിരിക്കാൻ, ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് നമ്മൾ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നും പറഞ്ഞ് ബാക്കിയുള്ള സബ്ജക്റ്റിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ വേരിയേഷൻ മനസ്സിലാക്കി സബ്ജക്റ്റുകളെ ഒന്ന് പ്രയോറിറ്റി അനുസരിച്ച് ഒന്ന് ക്ലാസിഫൈ ചെയ്യുക. എന്നിട്ട് പഠിത്തം ആരംഭിക്കുക തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത വേണ്ടത് നമ്മുടേതായ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇപ്പം നിങ്ങൾ +1 +2 കഴിഞ്ഞിട്ടാണെങ്കിലും എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് നമ്മൾ നോട്ട്സ്, നമ്മുടെ തന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് അത് നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പോസ്റ്റിൻ്റെ സിലബസ് പ്രകാരം ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ടോപ്പിക് വൈസ് ഹാൻഡ് റിട്ടൺ നോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു നോട്ട്സ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് എക്സാമിന് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതോടൊപ്പം തന്നെ ഇപ്പം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതോടൊപ്പം ഷോർട്ട് നോട്ട്സ് എടുത്ത് പറയാൻ കാരണം
നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റ് ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ ഇനി പരിചയപ്പെടും, ഒരുപാട് ടെക്നിക്കൽ ടേംസുകൾ പരിചയപ്പെടും, കുറച്ചധികം അല്ലെങ്കിൽ കുറേയധികം ലോസ് പരിചയപ്പെടും, അതിൻ്റെയൊക്കെ അസംഷൻസ്, അങ്ങനെ കുറച്ച് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എടുത്തു പറയുവാണ്. ബൈഹാർട്ട് ചെയ്യേണ്ട തന്നെ കുറേയധികം കാര്യങ്ങൾ നമുക്കിനി കവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഇക്വേഷൻസ്, ടേംസ്, ആ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ചെറിയ ചെറിയ നോട്ട്സുകളായിട്ട്, ഷോർട്ട് നോട്ട്സുകളായിട്ട് കീപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ എക്സാമിൻ്റെ അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് തന്നെയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫുൾ നോട്ട് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് ഒന്നും റെഫർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ കൈവശം ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ എത്രയും എളുപ്പമാണ്. അത് നമുക്കൊന്ന് ഫോളോ ചെയ്താൽ മതി. ചില കുട്ടികൾക്ക് എക്സാമിൻ്റെ തലേന്ന് പഠിക്കുന്നതും അല്ലെങ്കിൽ തലേന്ന് നോക്കുന്നതും അല്ലെങ്കിൽ എക്സാം ഹോളിലോട്ട് കയറുന്നതിന് മുന്നേ നോക്കുന്നത് ഇഷ്ടമുള്ളവരുമുണ്ട്, ഇഷ്ടമല്ലാത്തവരുമുണ്ട്. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാനും ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാനും ഒക്കെ എളുപ്പം ഈ ഷോർട്ട് നോട്ട്സ് കൂടെ കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളാണ്. അതിൽ ഒരുപാട് ഇക്വേഷൻസും ഒരുപാട് ടെക്നിക്കൽ ടേംസും ഒരുപാട് വാല്യൂസും ബൈഹാർട്ട് ചെയ്യാനുണ്ട്. IS കോഡിൽ പറയുന്നതൊക്കെ ഇപ്പോൾ RCC ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് IS കോഡ്സിൽ പ്രതിപാദിക്കുന്ന വാല്യൂസ് ഒക്കെ കാണാതെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി ഒരു ഷോർട്ട് നോട്ട്സ് എപ്പോഴും കീപ്പ് ചെയ്യുക. ദെൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുന്നു, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഓരോ ചാപ്റ്ററായിട്ട് പഠിച്ച് വരികയാണ്. അപ്പം ആദ്യത്തെ ചാപ്റ്ററായ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ ഉടനെ എന്താ ചെയ്യേണ്ടത്? ആ ചാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അടുത്ത ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ആ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ആണെങ്കിൽ എൻവയോൺമെൻറ്റൽ സബ്ജക്റ്റ് ഫുള്ളായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ എൻവയോൺമെൻറ്റലിൻ്റെ തന്നെ ഫുള്ളായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മൾ എല്ലാ സബ്ജക്റ്റും കൂടെ ഉൾപ്പെടുത്തി ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ സബ്ജക്റ്റുകളും മിക്സ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിൽ അതെല്ലാം ഒരുമിച്ച് ലാസ്റ്റ് ആയിരിക്കും നിങ്ങൾ പഠിച്ച് തീർക്കുന്നതും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മുടെ മനസ്സിൽ, ഇപ്പം ബൈഹാർട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും എന്നും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഓരോ പോർഷൻസും നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുകയാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ അടുത്തത് റിവൈസ് യുവർ നോട്ടും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഷോർട്ട് നോട്ട്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഈ നോട്ട്സ് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്ത് അതിൻ്റെ നോട്ട്സ് എല്ലാം എഴുതി മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ആ നോട്ട്സ് ഒന്ന് എടുത്ത് നോക്കി നമ്മൾ റിവൈസ് ചെയ്യണം. നമ്മൾ പഠിച്ച പോർഷൻ ആണെങ്കിലും കൂടുതലും തിയറി ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നതെന്ന് നിങ്ങൾക്കറിയാം, പ്രോബ്ലംസ് കുറവാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ തിയറി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണമെന്നില്ല. ഒരു ദിവസം പഠിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ പോർഷൻ നോക്കുന്നതെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ റിവൈസ് ചെയ്യാനൊന്ന് ശ്രദ്ധിക്കണം. ആ പ്രോപ്പർ റിവിഷനിലൂടെ മാത്രമേ ഓരോ പോർഷനും നമ്മുടെ മനസ്സിലിരിക്കുകയുള്ളൂ, എക്സാമിന് നല്ലൊരു സ്കോർ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഓരോ പോർഷൻസും കവർ ചെയ്ത് ഓരോ ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് വൈസും പഠിച്ചിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഏറ്റവും എല്ലാ സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്തതിന് ശേഷം മോക്ക് ടെസ്റ്റ് കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട്. കൂടാതെ ഏണസ്റ്റ് അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്നും മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി തന്നെ ഇപ്പോൾ ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് അല്ലെങ്കിൽ ലെസൺ വൈസ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ വൈസും മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഓരോ സബ്ജക്റ്റ് വൈസും ഉണ്ട്. ഗ്രാൻഡ് ടോട്ടലായിട്ട് എല്ലാ സബ്ജക്റ്റും സിലബസ് പ്രകാരം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ഇവിടെ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്യാൻ എടുക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമും നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് എൻഡിങ് ടൈമും ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇപ്പോൾ 1 hour ആണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അറിയാം ഇപ്പോൾ നോർമലി ഉള്ള കേരള PSCയുടെ എക്സാംസ് ഒക്കെ 1.5 hour അല്ലെങ്കിൽ 1 hour 15 minutes ആണ്. അപ്പോൾ അതിനുള്ളിൽ ആ 100 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയോ, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനാണ് കൂടുതൽ ടൈം എടുത്തത്.
ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇന്ന പോർഷൻസ്. ചില ആൾക്കാർക്ക് സ്ട്രക്ചർ അനാലിസിസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, എന്നാൽ മറ്റുള്ളവർക്ക് സ്ട്രക്ചർ അനാലിസിസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആ ടൈം മാനേജ്മെൻറ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതുപോലെ സ്റ്റഡി പ്ലാൻ എങ്ങനെ പഠിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ എക്സാം ഡേറ്റ് വരെയും എല്ലാ പോർഷൻസും എല്ലാ സബ്ജക്റ്റും നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാമോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് തന്നെയാണ്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയാണ് നമ്മുടെ എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ റെഫറൻസസ് ആണ് ഇനി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്? നമ്മൾ ഓൺലൈനായിട്ടുള്ള കുറച്ച് റെഫറൻസുകളും ഫോളോ ചെയ്യാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്സുകളും റെഫറൻസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഓൺലൈനായിട്ട് വീഡിയോ ലെക്ചേഴ്സ് കോമൺലി എല്ലാവർക്കും അറിയാവുന്ന NBTL വീഡിയോസ് ഉണ്ട്. അപ്പം IIT നിന്നുള്ള പ്രൊഫസേഴ്സിൻ്റെ വീഡിയോസാണ്. കൂടാതെ PDF നോട്ട്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ സബ്ജക്റ്റ് വൈസും വീഡിയോസ് ആൻഡ് നോട്ട്സ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഫോളോ ചെയ്യാം. എന്നാൽ കുറച്ച് ടൈമൊക്കെ ഇല്ലാതെ വരുവാണെങ്കിൽ ലാസ്റ്റ് നിമിഷം ഒന്നും ഒരിക്കലും പോയി NBTL വീഡിയോസ് കാണാനായിട്ട് ഇരിക്കരുത്. അപ്പോൾ അതിനാണ് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ. അല്ലെങ്കിൽ ഇപ്പോഴേ തന്നെ നിങ്ങൾ പഠിത്തം സ്റ്റഡി ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് നോട്ട്സ് ആയിട്ട് റെഫറൻസ് എടുത്ത് പറയേണ്ടത് IS നോട്ട്സും അതുപോലെ തന്നെ ഗേറ്റിൻ്റെ നോട്ട്സും. ഇപ്പം ഗേറ്റ് IS എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിലുള്ള എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസുകളാണ്. അത്യാവശ്യം ടഫ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതോടൊപ്പം തിയറി ആയിട്ടുള്ള മോഡറേറ്റ് അല്ലെങ്കിൽ ലോ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ആ എക്സാംസിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ നോട്ട്സ് ISൻ്റെ ആണെങ്കിലും ഗേറ്റിൻ്റെ ആണെങ്കിലും അതിൻ്റെ നോട്ട്സ് റെഫർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കേരള PSC എക്സാം കൂടുതൽ എളുപ്പകരമാക്കാൻ സഹായിക്കും. ഇനി ഓൺലൈനായിട്ട് വെബ്സൈറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഫോർ ഓളും അതുപോലെ തന്നെ ഈസി എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നിന്നുമൊക്കെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പം പ്രീവിയസ് ഇയറിൽ ഇപ്പം പോളിടെക്നിക് ലെക്ചറർ എന്ന് പറയുന്ന എക്സാംസ് പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം സോൾവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു എക്സാം ഈ പോസ്റ്റിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ ബാക്കിയുള്ള സിവിൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയ SSC ജൂനിയർ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ISും ഗേറ്റും ഞാൻ പറഞ്ഞു. അപ്പോൾ SSC ജൂനിയർ എഞ്ചിനീയറിംഗിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയ ടെക്സ്റ്റ് ബുക്കുകൾ ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പം ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ആമസോണിലും മെയിനായിട്ട് IS മാസ്റ്റർ പബ്ലിക്കേഷൻ ടീമിൻ്റെ SSC ജൂനിയർ എഞ്ചിനീയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്ക്രിപ്ഷനോട് കൂടി തന്നെ ഉൾപ്പെടുത്തിയ ടെക്സ്റ്റ് ബുക്കാണ്. അതോടൊപ്പം മെയ്ഡ് ഈസിയുടെയും സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. IS ഒബ്ജക്റ്റീവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബൈ IS മാസ്റ്ററിൻ്റെ ISന് ചോദിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരള PSC എക്സാം കൂടുതൽ എളുപ്പകരമായി തീരും. ടെക്സ്റ്റ് ബുക്കുകൾ നോക്കാം. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും തിയറി ടെക്സ്റ്റ് ബുക്കുകളൊന്നും റെഫർ ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ടെക്സ്റ്റ് ബുക്കുകളാണ് കൂടുതൽ റെഫർ ചെയ്യേണ്ടത്. അതായത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ബുക്സ് ആയ SP ഗുപ്ത ആൻഡ് SS ഗുപ്തയുടെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ബുക്കായ JK ഗുപ്ത ആൻഡ് RS കുർമിയുടെ ബുക്ക് നോർമലി കുറേയധികം സ്റ്റുഡൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ലഭിക്കും. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പും അതുപോലെ തന്നെ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉള്ള
അഗോറിൻ്റെ ടെക്സ്റ്റ് ബുക്കും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകളാണ് റെഫറൻസിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു പോളിടെക്നിക് ലെക്ചറിന് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ സബ്ജക്റ്റ് കൂടാതെ ബേസിക് സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതിനകത്തെ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ഒക്കെ റെഫർ ചെയ്യാൻ അതിൻ്റെ ഒരു റെഫറൻസ് എടുത്ത് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. +1 +2 NCERT ടെക്സ്റ്റ് ബുക്കും നമ്മൾ ബിടെക്കിന് മാത്സ് പഠിച്ചതും മാത്രമാണ് അതിൻ്റെ റെഫറൻസ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അപ്പം അതിൻ്റെയൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു ഓൺലൈൻ കോച്ചിങ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഓൺലൈൻ കോച്ചിങ് ഉടനെ തന്നെ ആരംഭിക്കും. ആ ഒരു കോച്ചിങ് ചൂസ് ചെയ്യുവാണെങ്കിൽ ആ ബേസിക് സബ്ജക്റ്റിൽ നിന്നും സിലബസ് പ്രകാരമുള്ള വീഡിയോ ക്ലാസ്സസ് പോർഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് മുന്നിൽ ലഭിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വേറൊരു റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യം വരുന്നില്ല. മെയിനായിട്ട് ഈ സിവിൽ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അടങ്ങിയ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുന്നത് നമ്മുടെ എക്സാം എളുപ്പകരമാക്കി തീർക്കും. അപ്പോൾ പറഞ്ഞതുപോലെ ഏണസ്റ്റ് അക്കാഡമിയിലെ ഓൺലൈൻ കോച്ചിങ് പോളിടെക്നിക് ലെക്ചറർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഓൺലൈൻ കോച്ചിങ് ഉടനെ തന്നെ ആരംഭിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സ്റ്റഡി പ്ലാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് പ്രകാരം തന്നെ പോർഷൻസ് ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസും അതോടൊപ്പം തന്നെ ചാപ്റ്റർ വൈസ് സബ്ജക്റ്റ് വൈസ് ഗ്രാൻഡ് ടോട്ടൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പേഴ്സണൽ മെൻറ്റർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും വെച്ച് താമസിക്കേണ്ട ഈ ഒരു നിമിഷം ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കേരള PSC എക്സാമിന് ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലാണ്. എല്ലാ സ്റ്റുഡൻസും ഒരുപോലെ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക.